Hi friends, welcome back to SPC Chem Tutor. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ തന്നെ കുറച്ച് പോർഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. സോ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയും പറയും. അങ്ങനെയാണ് വീഡിയോ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇതിൽ സ്റ്റെബിലിറ്റി, ട്രാൻസ് എഫക്റ്റ്, ഹൈബ്രിഡൈസേഷൻ, ജിയോമെട്രി, അസിഡിറ്റി ഓഫ് കോംപ്ലക്സസ്, ഇന്നർ സ്ഫിയർ, ഔട്ടർ സ്ഫിയർ മെക്കാനിസം, ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടെൻഡൻസി ഓഫ് 3D metal ion to form stable complex is due to. Correct answer is option D, high charge to size ratio and vacant d orbital. അതായത് വാക്കൻറ്റ് d ഓർബിറ്റൽസും കോംപ്ലക്സ് മെറ്റൽസിൻ്റെ ഹൈ ചാർജ് ടു സൈസ് റേഷ്യോ ആണ് എന്താണ് 3D മെറ്റൽ അയോൺസ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് അയോൺ ഫോം ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സസ്. ഫസ്റ്റ്, നിക്കൽ NH3 6 times 2+, and second complex cobalt NH3 6 times 2+, third iron that means Fe NH3 6 times 2+ is. ഈ ക്വസ്റ്റ്യനിൽ ഇത് മൂന്നും എന്താണ്, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളാണ്. എല്ലാം NH3 എന്താണ്, ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്. സോ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാ കോംപ്ലക്സുകളിലും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സോ നമ്മൾ ഒരു കോംപ്ലക്സിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് നോക്കണം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ മെറ്റൽസും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. നിക്കൽ D8 ഇലക്ട്രോൺസ് ഉണ്ടാവും, +2 ഓക്സിഡേഷൻസ് നിക്കൽ 2+ൽ. ദെൻ കൊബാൾട്ട് 2+, D7 ഇലക്ട്രോൺസ്, ആൻഡ് അയൺ 2+, D6 ഇലക്ട്രോൺസ്. സോ ഈ നമ്മുടെ അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഒന്ന്, നേച്ചർ ഓഫ് സെൻട്രൽ മെറ്റൽ അയോൺ. ഗ്രേറ്റർ ദ ചാർജ് ഡെൻസിറ്റി ഓൺ ദി സെൻട്രൽ അയോൺ ഓർ ഗ്രേറ്റർ ദ ചാർജ് ടു റേഡിയസ് റേഷ്യോ ഓഫ് സെൻട്രൽ മെറ്റൽ അയോൺ, ഗ്രേറ്റർ ഈസ് ദി സ്റ്റെബിലിറ്റി. അതായത് ചാർജ് ഡെൻസിറ്റി കൂടുക അല്ലെങ്കിൽ ചാർജ് ടു റേഡിയസ് റേഷ്യോ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ താഴത്ത് തന്നിട്ടുള്ള എല്ലാ എക്സാമ്പിളിലും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സോ നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ്, സൈസ് ഡിക്രീസ് ചെയ്യുന്നു. സോ ചാർജ് സെയിം ആണ്. സോ ചാർജ് ഡെൻസിറ്റി എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന നേരം. സോ എല്ലാത്തിലും സെയിം ചാർജാണ്. അയണിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം മാംഗനീസ് 2+ to cobalt 2+. സോ ചാർജ് ടു റേഡിയസ് റേഷ്യോ ഇൻക്രീസസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. ഇങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സാണ് നേച്ചർ ഓഫ് ലിഗാൻഡ്. ഗ്രേറ്റർ ദ ബേസിക് സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ്, ഗ്രേറ്റർ the ease of it to donate electrons, hence greater is the stability. ഓക്കെ, അതായത് ബേസിക് സ്ട്രെങ്ത്, ലിഗാൻഡിൻ്റെ ബേസിക് സ്ട്രെങ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും ഫോം ചെയ്യുന്ന കോംപ്ലക്സിന്. ഗ്രേറ്റർ ദ ചാർജ് ഡെൻസിറ്റി ഓൺ ദ ലിഗാൻഡ് ഓർ ഗ്രേറ്റർ ദ ചാർജ് ടു റേഡിയസ് റേഷ്യോ ഓഫ് ലിഗാൻഡ്, ഗ്രേറ്റർ ദി സ്റ്റെബിലിറ്റി. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിൻ, ക്ലോറിൻ, F-Cl- ൻ്റെ കോംപ്ലക്സുകൾ നോക്കുകയാണെങ്കിൽ F- ബേസ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സുകളായിരിക്കും Cl- എന്ത് സ്റ്റേബിൾ. Cl- കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്മോൾ സൈസാണ്, രണ്ടിലും സെയിം ചാർജാണ്. സോ ചാർജ് ടു റേഡിയസ് റേഷ്യോ F- കൂടുതലാണ്. സോ അങ്ങനെയുള്ള അതിൻ്റെ കോംപ്ലക്സിനായിരിക്കും ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് ഉള്ളൊരു ഫാക്ടറാണ് കീലേറ്റിൻ ലിഗാൻഡ്. കോംപ്ലക്സ് വിത്ത് കീലേറ്റിൻ ലിഗാൻഡ് ആർ മോർ സ്റ്റേബിൾ ദാൻ വിത്തൗട്ട് കീലേറ്ററിങ്. ഫോർ എക്സാമ്പിൾ നിക്കൽ En thrice ethylene diamine thrice 2+ is more stable than nickel NH3 6 times 2+. Next question, CO is a weak Lewis base but acts as a strong ligand. Option A, it is a strong sigma donor. Option B, it is a strong pi donor. Option C, it is a strong sigma donor and a weak pi acceptor. Option D, it's a strong pi acceptor. Correct answer is option D, it's a strong pi acceptor. നമുക്കറിയാം കാർബണൈൽ ഗ്രൂപ്പ് CO-യുടെ കാർബൺ മോണോക്സൈഡിൻ്റെ എമോ കോൺഫിഗറേഷനാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സോ അതിൽ ഹോമോ എന്ന് പറയുന്നത് σ2pz ആണ്.
ല്യൂമോ എന്ന് പറയുന്നത് പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py ആണ്. സോ ഈ മെറ്റലുമായിട്ട് കാർബണൈൽ കോംപ്ലക്സ് ചെയ്യുന്നേരം അതിൻ്റെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് ഈ സിഗ്മ 2pz ഓർബിറ്റലാണ് മെറ്റലുമായിട്ട്. ദെൻ മെറ്റൽ ടു കാർബണൈൽസ് എന്തുണ്ടാവും, ഒരു ബാക്ക് ഡൊണേഷൻ ഉണ്ടായിരിക്കും. ആ ബാക്ക് ഡൊണേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഈ പൈ സ്റ്റാർ ഓർബിറ്റൽസ് ആണ്. അതായത് 2 electrons in the HOMO orbital of CO are used for sigma bond with metal. This sigma bond is not strong as normal sigma bond since CO is not a good sigma donor. And a relatively strong second bond is formed between the metal and CO by back donation or back bonding or dative bonding. The metal-filled d orbital donates electrons to vacant pi star 2p orbital of CO. Thus, CO is a good pi acceptor. A ligand which can accept electron pairs from back from the metal. അതായത് കാർബണൈൽസിന് മെറ്റൽസിൽ നിന്ന് പൈ സ്റ്റാർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. സോ ദീസ് ആർ ഗുഡ് പൈ ആക്സെപ്റ്റേഴ്സ് ആൻഡ് വീക്ക് സിഗ്മ ഡോണേഴ്സ്. Next question, the mechanism followed in the following reaction is, correct answer is option B, dissociative mechanism. ഡിസോസിയേറ്റീവ് മെക്കാനിസം ആണെന്ന് പറയാൻ കാരണം ഫസ്റ്റ് WCO6 ടങ്സ്റ്റൺ ഹെക്സാ കാർബണൈൽസിൻ്റെ ഇറ്റ്സ് എൻ 80 ഇലക്ട്രോൺ കോംപ്ലക്സ്. അപ്പോൾ അതിൽ ആ 80 ഇലക്ട്രോൺ കോംപ്ലക്സിലേക്ക് ഒരു പുതിയ ലിഗാൻഡ് ഫോസ്ഫീൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ 18 ഇലക്ട്രോൺ കോംപ്ലക്സ് സ്റ്റേബിളാണ്, അതിലേക്കൊരു ന്യൂ ലിഗാൻഡിനെ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. സോ അതെന്ത് ചെയ്യണം, അതിൻ്റെ ഡിസോസിയേറ്റ് ചെയ്യണം. സോ ഒരു കാർബണൈൽ ഡിസോസിയേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റിലേക്കായിരിക്കണം PPH3 ആഡ് ചെയ്യേണ്ടത്. സോ ആ ഒരു മെക്കാനിസം ഫോളോ ചെയ്യുന്നത് ഡിസോസിയേറ്റീവ് മെക്കാനിസമാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Next question, the relation between the crystal feed stabilization energy of octahedral delta 0 and tetrahedral delta T complex is, correct answer is option B, delta T is equal to 4/9 of delta 0. നമ്മൾ ക്രിസ്റ്റൽ ഫീഡ് സ്പ്ലിറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ഫീഡ് സ്പ്ലിറ്റിംഗ് ഇത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളുടെ കേസിലാണ്. ഫസ്റ്റ് ഇവിടെ ഇത് മെറ്റൽ ഡി ഓർബിറ്റൽ ഫ്രീ മെറ്റൽ അയോൺസ് ആണ്. ഫ്രീ മെറ്റൽ എന്ന സമയത്ത് അതിൻ്റെ ഡി ഓർബിറ്റൽസിനെല്ലാം സെയിം എനർജി ആയിരിക്കും. ഡി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ DXZ, DYZ, DXY, DX² - Y² ആൻഡ് DZ². Then this is free metal. This is for free metal. And when ligand approach ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു സ്ലൈറ്റ്ലി ആ ഒരു ഡീജനറസി സ്ലൈറ്റ്ലി എന്ത് ചെയ്യും, എനർജി ഇൻക്രീസ് ചെയ്യും. ആ ഒരു സ്റ്റേറ്റാണ് ഇത്. ഇനി കംപ്ലീറ്റ് ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളാണെന്നുണ്ടെങ്കിൽ ഈ T2G ലെവൽസും EG ലെവൽസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ T2G ലെവൽസ് എന്ന് പറയുന്ന സമയത്ത് DXY, DXZ ആൻഡ് DYZ ആൻഡ് EG ലെവൽസ് എന്ന് പറയുമ്പോൾ DX² - Y² ആൻഡ് DZ². അപ്പോൾ ഈ ഒരു ലെവൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എനർജി ഡിഫറൻസ്, അതായത് ഇതിനെ ബാരി സെൻറ്റർ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബാരി സെൻറ്ററും T2G ഓർബിറ്റലും തമ്മിൽ 2/5 ഡെൽറ്റ O ആൻഡ് ദിസ് ഡിഫറൻസ് ഈസ് 3/5 ഡെൽറ്റ O. ഓക്കെ, സോ ഫോർ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ തിയറി ഹിയർ ഇതുവരെ സെയിം ആണ്. ഇനി ഈ T2G അതായത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളുടെ കേസിൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിൽ ഈ ലെവൽസിന് എനർജി ലോവർ എനർജി ആയിരിക്കും. DX² - Y² DZ² ആണ് ലോവർ എനർജിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദെൻ DXY, DYZ ആൻഡ് DXZ T2 ഓർബിറ്റൽസ് ഹയർ എനർജി ആയിരിക്കും. സോ ഇതും നേരത്തെ പറഞ്ഞ സെയിം റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ഇതിൽ ആ 2/5 എന്നുള്ളതും ആ വാല്യൂസ് ജസ്റ്റ് പോയിന്റിലേക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, next question, in Wilkinson catalyst the hybrid state of central metal ion and shape of complex are respectively, correct answer is option C, DsP2 square planar. Wilkinson catalyst
RHCl PPH3 thrice. It's a 4-coordinated catalyst having DsP2 hybridization and square planar in structure. Next question, how many d electrons are present in chromium of potassium dichromate? Correct answer is option C, 6. Next question, AgCl is soluble in ammonia due to formation of? Correct answer is option B, AgNH3 twice plus. AgCl is soluble in ammonia. It forms complex AgNH3 twice Cl or AgNH3 plus. The formation of the complex ion make it behaves like ionic, therefore making it soluble. Next question, trans Ml2CO4 where L is the ligand, C2H5 thrice P shows dash CO structure in IR band or bands. Correct answer is option A. അതായത് ട്രാൻസ് സ്ട്രക്ചർ വരുന്ന സമയത്ത് അതാണ് ഈ സിസും ട്രാൻസും ആണ് ഈ സ്ട്രക്ചേഴ്സ് രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ട്രാൻസ് വരുന്ന സമയത്ത് കാർബണൈൽസിലെല്ലാം എന്താണ് എല്ലാം സെയിം ആണ്, ഈക്വൽ ആണ്. സോ ഒറ്റ കാർബണൈൽ സ്ട്രക്ചറിന് ഫ്രീക്വൻസിയേ കിട്ടുള്ളൂ. പക്ഷേ സിസ് ഫോമിലാണെന്നുണ്ടെങ്കിൽ ഈ 4 കാർബണൈൽസും ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിലുള്ളതാണ്. സോ അതിനെന്ത് ഡിഫറെൻറ്റ് പീക്സ് ആണ് ഈ കാര്യം ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. Next question, the complex ion with the maximum CFSI is? Correct answer is option A, cobalt NH3 6 times 3 plus. Okay. ഇനി എന്താണ് മാക്സിമം CFSI എന്നാണ് ചോദിച്ചത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി വാല്യൂ CFSI, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, ആ ഡെൽറ്റ എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ കാര്യം നേച്ചർ ഓഫ് ലിഗാൻഡ് ആണ്. അതായത് ആ സ്പ്ലിറ്റിംഗ് EG T2G എന്നുള്ള ആ സ്പ്ലിറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നേച്ചർ ഓഫ് ലിഗാൻഡ് അതായത് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്, അതിന് സ്ട്രോങ് ലിഗാൻഡ് വീക്ക് ലിഗാൻഡിനനുസരിച്ചിട്ട് അതിൻ്റെ സ്പ്ലിറ്റിങ്ങിൻ്റെ ഒരു റേറ്റ് കൂടും. ദെൻ നെക്സ്റ്റ് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ. ഓക്സിഡേഷൻ മീൻസ് greater the oxidation state of metal, greater the splitting, because greater the positive charge, greater the polarization of ligand and expert greater attraction to them. Hence more will be the splitting. That means ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്ന സമയം, മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ സ്പ്ലിറ്റിങ് കൂടും. ഓക്കെ. ദെൻ ട്രാൻസിഷൻ സീരീസ് ഇൻ വിച്ച് മെറ്റൽ ബിലോങ്സ് ടു, അതായത് ഏത് 3D 4D 5D ഏത് സീരീസിലാണെന്ന് അനുസരിച്ചിട്ട് അതിൻ്റെ സ്പ്ലിറ്റിങ്ങും ഡിഫറെൻ്റ് ആവും. ട്രാൻസിഷൻ മെറ്റൽസ് ഓഫ് സെയിം ഫാമിലി ഹാവിങ് സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ബിഗർ d orbitals 3D 4D 5D further they extend to space and interact more strongly with the ligand. സോ ഗ്രേറ്റർ ദ സ്പ്ലിറ്റിംഗ്, അതായത് നമ്മൾ ഒരേ സീരീസിൽ ഒരേ ഗ്രൂപ്പിൽ തന്നെ സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരുന്ന മെറ്റൽസ് ആണെങ്കിൽ പോലും ഗ്രൂപ്പ് 3D 4D 5D കൺസിഡർ ചെയ്യുന്ന സമയത്ത് 5Dയിലുള്ള സെയിം ഗ്രൂപ്പിൽ സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മെറ്റൽസിന് 3Dയിലുള്ളതിനേക്കാളും 4Dയിലുള്ളതിനേക്കാളും സ്പ്ലിറ്റിങ് കൂടുതലായിരിക്കും. ജോമെട്രി ഓഫ് ദി കോംപ്ലക്സ് ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞു EGയും T2Gയും, അതായത് ഡെൽറ്റ T is equal to 4/9 ഓഫ് ഡെൽറ്റ O ആണ്. അതായത് സ്പ്ലിറ്റിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ഈസ് ഓൺലി 4/9 ഓഫ് ദി സ്പ്ലിറ്റിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. അതായത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പ്ലിറ്റിംഗ് ആണ് കൂടുതൽ വിത്ത് സെയിം ലിഗാൻഡ്. നമുക്ക് ഈ CFSIയുടെ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. ഓപ്ഷൻ സി എന്താണ്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ് സ്പ്ലിറ്റിംഗ് കുറവാണ്, CFSI കുറവായിരിക്കും. അപ്പോൾ സോ നമുക്ക് ആ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ മാംഗനീസ് H2O 6 times 2+ ആൻഡ് അതെന്താണ്, അതിന് 2+ ആണ് അതിൻ്റെ ചാർജ്. ഓക്സിഡേഷൻ മെറ്റലിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്ന സമയത്താണ് സ്പ്ലിറ്റിംഗ് വരുന്നത്. ഇനി നോക്കേണ്ടത് കൊബാൾട്ട് NH3 6 times 3+ ആൻഡ് കൊബാൾട്ട് F6 3-. അതിലും കൊബാൾട്ട് രണ്ടും കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. നമുക്കറിയാം ഫ്ലൂറിനേക്കാളും മോർ സ്ട്രോങ്ങർ ആണ് ആര്, അമോണിയ ലിഗാൻഡ്. സോ ആ കേസിൽ അമോണിയ കാരണം അവിടെ ആയിരിക്കും കൂടുതൽ സ്പ്ലിറ്റിംഗ് വരിക. സോ അതിനായിരിക്കും മാക്സിമം CFSI ഉണ്ടാകുന്നത്.
ഇനി നമുക്ക് ഈ ഒരു സംഭവം നമുക്കതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കൊബാൾട്ട് NH3 6 times 3+ ഒരു ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. ഇവിടെ കൊബാൾട്ട് 3+ കോംപ്ലക്സുകളിൽ അമോണിയ ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ലോ സ്പിൻ കോംപ്ലക്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ്, സ്പെഷ്യൽ കേസാണ്. എല്ലാ അമോണിയ കോംപ്ലക്സുകളും ലോ സ്പിൻ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊബാൾട്ട് 3+ കേസുകളിൽ മാത്രമേ അമോണിയ എന്ത് ചെയ്യുന്നുള്ളൂ, ലോ സ്പിൻ ആവുന്നുള്ളൂ. കൊബാൾട്ട് NH3 6 times 2+ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ കൊബാൾട്ടിന് എന്താണ് ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു കേസിലാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ T2G6 EG0 എന്ന് എഴുതാം. ദെൻ അതിൻ്റെ ആ CFSE വാല്യൂ ആണ് എഴുതിയിട്ടുള്ളത്. ദെൻ ഇങ്ങനെ ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് മനസ്സിലാവും എന്തെന്ന്. അതിന് ഫസ്റ്റ് കേസിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കാണുന്നത്. The next case, the complex with maximum CFSE is. Correct answer is option B. First example option A tetrahedral complex ആണ്. Then C and D കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലെല്ലാം എന്താണ് കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ തന്നെയാണ്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ പിന്നെ അതിൽ വ്യത്യാസമുള്ളത് എന്താണ്, അതിൻ്റെ ലിഗാൻസ് മാത്രമാണ്. ഇപ്പോൾ ഫ്ലൂറിൻ ഒരു വീക്ക് ലിഗാൻഡാണ് ദാൻ വാട്ടറിനേക്കാളും. സോ ഓപ്ഷൻ ഡി നമുക്ക് അവോയ്ഡ് ചെയ്യാം. ദെൻ ഓപ്ഷൻ ബിയിലാണ് കൂടുതൽ, അതായത് H2O ലിഗാൻഡ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ലിഗാൻഡ് സ്ട്രോങ് ആകുന്ന സമയത്ത് എന്തായിരിക്കും, CFSE മാക്സിമം വരും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻകറക്റ്റ്? K4FeCN6 മറ്റ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സിങ്ക് 2+ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരുന്നു. Fe3+ ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ബ്ലൂ കളറേഷൻ തരുന്നു. കൊബാൾട്ട് 2+ ആണെങ്കിൽ ചോക്ലേറ്റ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് തരുന്നു. ബട്ട് Fe2+ ഇതുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, റിയാക്ഷൻ വരുന്നില്ല. സോ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓപ്ഷൻ ബി. ദി കറക്റ്റ് ഓർഡർ ഓഫ് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് ഈസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സ്പെക്ട്രോകെമിക്കൽ സീരീസ് വെച്ചിട്ടാണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നത്. സോ ഈ ഒരു സീരീസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ആദ്യത്തെ ആ റോ എന്ന് പറയുന്നത് ജസ്റ്റ് ജനറലാണ്. കാർബണാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ദെൻ നൈട്രജൻ, ഓക്സിജൻ, ഹാലോജൻ കോമ്പൗണ്ട് എന്നുള്ള രീതിയിലാണ്. സെക്കൻഡ് പാർട്ടിലാണ് കുറച്ചും കൂടി കൂടുതൽ എക്സാമ്പിൾസ് വെച്ച് ചെയ്തിട്ടുള്ളത്. The geometries of NaCl4 2- and nickel CN4 2- respectively are. The correct answer is option D, tetrahedral and square planar. NaCl4 2- എന്താണ്, ഇറ്റ്സ് tetrahedral in shape. സോ നിക്കൽ ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ നിക്കൽ 2+ സ്റ്റേറ്റിലാണ് ഇതിൽ നിൽക്കുന്നത്. നിക്കൽ 2+ സ്റ്റേറ്റിലുള്ള കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. സോ നിക്കൽ 2+ൻ്റെ കൂടെ ക്ലോറിൻ വരുന്ന സമയത്ത് എന്താണ്, അതൊരു വീക്ക് ലിഗാൻഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺസിനെ പെയർ ചെയ്യുന്നില്ല. സോ ഹൈബ്രിഡൈസേഷൻ വരുന്ന സമയത്ത് എന്താണ്, sp3 ഹൈബ്രിഡൈസേഷനാണ്. സോ സ്ട്രക്ചർ എന്താണ്, ടെട്രാഹെഡ്രലാണ്. സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. നെക്സ്റ്റ് കേസ്, നിക്കൽ CN4 2- വരുന്ന സമയത്ത് നിക്കൽ +2 സ്റ്റേറ്റിൽ തന്നെയാണ്. CN എന്താണ്, ഒരു സ്ട്രോങ് ലിഗാൻഡാണ്. സ്ട്രോങ് ലിഗാൻഡ് എന്ന് പറയുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ പെയർ ചെയ്യും. സോ DsP2 ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ. സ്ട്രക്ചർ സ്ക്വയർ പ്ലാനാർ. ക്വസ്റ്റ്യൻ, കോവാലന്റ് നേച്ചർ ഓഫ് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഇൻ കോംപ്ലക്സ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അതായത് CFT ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലാണ് കോവാലന്റ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതായത് മെറ്റൽസിനെയും ലിഗാൻഡ്സിനെയും പോയിന്റ് ചാർജസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ. അതായത് പോയിന്റ് ചാർജസ് അപ്രോച്ച് ചെയ്യുന്നു, ലിഗാൻഡ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതിൽ കോവാലന്റ് നേച്ചറല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. Next question, which among the following is most acidic aquion? That is option D is the correct answer. So acidic character of a complex is proportional to charge density or it is inversely proportional to size of cation. നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി നമുക്ക് അവോയ്ഡ് ചെയ്യാം. അത് 2+ലാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദെൻ ബാക്കി A, C, D കൺസിഡർ ചെയ്യുന്ന സമയത്ത്
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അതായത് ചാർജ് ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ കൊബാൾട്ടിലാണ്. ഇനി സൈസ് വേർഷൻ നോക്കുന്ന സമയത്തും സൈസിൽ ചാർജ് കൂടുന്നു, മെറ്റലിൻ്റെ ചാർജ് കൂടുന്നു. ദെൻ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് എന്താണ് മെറ്റലിൻ്റെ സൈസും കുറയുന്നു. സോ ഇൻവേഴ്സ് റിലേഷനാണ്. സൈസ് കുറയുന്ന ആൾക്കായിരിക്കും കൂടുതൽ ആസിഡിക് ക്യാരക്ടർ ഉണ്ടാവുക അതിൻ്റെ അക്വാ കോംപ്ലക്സിൽ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next question, nickel is gravimetrically estimated as a complex with. Correct answer is option B, dimethyl glyoxine. ഇതിൽ ഓക്സൈൻ റിയേജൻറ്റ് എന്ന സമയത്ത് ഇറ്റ്സ് 8-hydroxyquinoline ആണ്. 8-hydroxyquinoline സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഗ്രാവിമെട്രിക് precipitation of magnesium 2+ in ammoniacal buffers as magnesium oxynate. It's an yellow chelate. So this is about oxide. Then dimethyl glyoxime is a specific reagent for the quantitative gravimetric precipitation of nickel, precipitated as nickel dimethyl chelate, nickel dimethyl glyoximate chelate, and formed in weakly ammoniacal solution. Dimethyl glyoxime structure ആണ് കൊടുത്തിട്ടുള്ളത്. Then നിക്കലുമായിട്ട് കോംപ്ലക്സ് ചെയ്യുന്ന സ്ട്രക്ചർ നെക്സ്റ്റ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നൈട്രജൻസ് 4 നൈട്രജൻസ് ആണ് ഡോണേഴ്സ് ആയിട്ടുള്ളത്. സോ ടോട്ടൽ ഇതിൽ നോക്കുന്ന സമയത്ത് 1 2 3 4 റിങ്സ് എന്ത് ചെയ്യുന്നുണ്ട് നിക്കൽ ആറ്റവുമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് EDTA. EDTAയിൽ നൈട്രജൻസും ആ സ്റ്റാർ ഇട്ട് ഉള്ളതെല്ലാം ഡോണർ സൈറ്റ്സുകളാണ്. EDTA പറയുന്ന സമയത്ത് എഥിലീൻ ഡൈമീൻ ടെട്രാസിറ്റിക് ആസിഡ്. സാൽസിലാൽഡിമീൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. സാൽസിലാൽഡിമീൻ ഒരു കോപ്പർ പറഞ്ഞിട്ടുള്ള കോംപ്ലക്സുമായിട്ട് ഫോം ചെയ്ത സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സാൽസിലാൽഡിമിൻ സമയത്ത് അതിൽ ഒരു OH CH ഡബിൾ ബോണ്ട് NH ആ സ്ട്രക്ചറായിരിക്കും ഉണ്ടാകുന്നത്. Next question, the correct order of acidity among transition metal hydroxide of scandium, manganese, iron, nickel is. Correct answer is option C. അതായത് ഈ കേസിലും എന്താണ് acidity is proportional to charge density and it is inversely proportional to size of cation. Next question, the product X and Y formed in the following reaction are: reaction 1, PtCl4 2- with 2NH3 gives X, and PtCl4 2+ plus 2Cl- gives Y. Correct answer is option C. X is a cis PtCl2NH3 twice and Y is a trans PtCl2NH3 twice. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ട്രാൻസ് ഇഫക്റ്റ് ആണ്. ട്രാൻസ് ഇഫക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് the person who introduced the trans effect in platinum chemistry. The trans effect എന്ന് പറയുന്ന സമയത്ത് it's an increased lability of the ligand that are trans to certain other ligands. For example, in a reaction of square planar platinum 2 compounds, ligand trans to chloride are more easily replaced than those to ammonia. Chloride has stronger trans effect than ammonia. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുന്ന ട്രാൻസ് ഇഫക്റ്റ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിലാണ് സാധാരണ ട്രാൻസ് ഇഫക്റ്റ് കാണുന്നത്. അതായത് ഈ ട്രാൻസ് ഇഫക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിലേക്ക് ഒരു ലിഗാൻഡിനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു ലിഗാൻഡ്, ഒരു ഇൻകമ്മിങ് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നടക്കും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ് എഫക്റ്റ് സീരീസും ട്രാൻസ് എഫക്റ്റും പറയുന്നത്. സോ ട്രാൻസ് എഫക്റ്റ് ഏറ്റവും കൂടുതലുള്ളത് ആരാണോ ആ ഗ്രൂപ്പിന് ട്രാൻസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാനുള്ള, അതായത് ആ ട്രാൻസിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻ്റ് പോയിട്ട് ഇൻകമ്മിങ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ അമോണിയനേക്കാളും ട്രാൻസ് എഫക്റ്റ് കൂടുതൽ ക്ലോറിനാണ്. സോ ക്ലോറിനും അമോണിയയും ഉള്ള ഒരു പ്ലാറ്റിനം കോംപ്ലക്സിൽ പുതിയൊരു ലിഗാൻഡ് കൊടുക്കുന്ന സമയത്ത് ക്ലോറിന് ട്രാൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണോ ആ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് വരാനായിരിക്കുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ ആ ടെൻഡൻസിയാണുള്ളത്. സോ അതിനെയാണ് ട്രാൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ട്രാൻസ് എഫക്റ്റ് സീരീസ്. ഈ ഓർഡറിലാണ്
ഈ ഓർഡറിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ടെൻഡൻസി കൂടുന്നത്. സോ ഇതിനെല്ലാം ഒന്നും പഠിച്ചു വെക്കണമെന്നില്ല. ആദ്യത്തെ കുറച്ച് CO, CN, NO, C2H4, ദെൻ NO2 പഠിക്കണം, ദെൻ Cl-, pyridine, അമോണിയ, OH-. ഇതിൻ്റെയൊക്കെ ഒരു പൊസിഷൻ എറൗണ്ട് എവിടെയാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ദെൻ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് PtCl4 ആണ്. നമ്മൾ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇതിലേക്ക് ഒരു NH3 എന്നുള്ള ലിഗാൻഡ് ആഡ് ചെയ്യണം, ഒരു പുതിയൊരു ലിഗാൻഡ് ആഡ് ചെയ്യാണ്. സോ നമ്മൾ ഒരു Cl- അതിന് റീപ്ലേസ് ചെയ്ത് പോകണം. സോ പുതിയ ഒരു Cl-നെ റീപ്ലേസ് ചെയ്തിട്ട് സെക്കൻഡ് സ്ട്രക്ചറിൽ NH3 ഫോം ചെയ്തു. ദിസ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ദിസ് ഇസ് എ സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സോ ഒരു പുതിയ കോംപ്ലക്സ് ഫോം ചെയ്തു. ഇനി അടുത്തൊരു NH3 ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്താണ് ഇതിൽ കൺഫ്യൂഷൻസ് വരുന്നത്. നമുക്ക് ട്രാൻസ് എഫക്റ്റ് സീരീസ് നോക്കിയിട്ട് നമുക്കറിയാം ക്ലോറിനാണ് ട്രാൻസ് എഫക്റ്റ് കൂടുതലുള്ളതെന്ന്. സോ ക്ലോറിൻ ആകുന്ന സമയത്ത് മീൻസ് ക്ലോറിനാണ് ട്രാൻസ്, ഇതാണ് പുതിയതായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള അമോണിയ. ദെൻ ഈ ഒരു ക്ലോറിൻ ബാക്കി 1, 2, 3 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. സോ പുതിയൊരു അമോണിയ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് എന്ത് ഫോം ചെയ്യാം, അതായത് ഈ ക്ലോറിൻ ഈ അമോണിയക്ക് ട്രാൻസ് ആയിട്ട് ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലോറിൻ അല്ല, പുതിയ അമോണിയ, ആ സ്ട്രക്ചറാണിത്. ഓക്കെ, ഈ അമോണിയ ഇവിടെ ഞാൻ ട്രാൻസ് എഫക്റ്റ് ലേക്ക് വരുന്നേ ഉള്ളൂ ഈ എക്സാമ്പിളിൽ പറയുന്ന സമയത്ത്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യാം. ഓർ അതായത് ഈ ട്രാൻസ് ആയിട്ട് വരാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു സൈഡിൽ വരാം. പക്ഷെ നമുക്കറിയാം എന്താണ് ട്രാൻസ് എഫക്റ്റ് സീരീസ് വെച്ച് നോക്കുന്ന സമയത്ത് ക്ലോറിനാണ് ടെൻഡൻസി കൂടുതലെന്ന്. സോ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത അമോണിയ ഇതാണ്. അപ്പോൾ അതിൽ ഈ ക്ലോറിൻ ഉണ്ട്. ഇനി സെക്കൻഡ് NH3 വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഇവിടെ ഈ സൈഡിലൊരു ക്ലോറിൻ ഉണ്ട്. ഈ ക്ലോറിൻ ഇതിനെ റീപ്ലേസ് ചെയ്ത് പുതിയ ക്ലോറിൻ തന്നെ അതല്ല, അത് നമുക്ക് സ്റ്റാർട്ടിങ് പ്രോഡക്റ്റ് തന്നെ, അതായത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് തന്നെ കിട്ടുന്നത്. സോ അടുത്ത NH3 വരുന്ന സമയത്ത് അതിൽ ഈ ഒരു ക്ലോറിനിൽ ഏതെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. അതായത് രണ്ട് റീപ്ലേസ് ചെയ്താലും ഈ ഒരു സ്ട്രക്ചർ മാത്രമേ ഫോം ചെയ്യുള്ളൂ, ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, ഫോം ചെയ്യില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് PtNH3 2+ ആണ്. ഇതിൽ അമോണിയ ലിഗാൻഡ് റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വരുന്നു. ഓക്കെ, ക്ലോറിൻ വന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നെക്സ്റ്റ് ക്ലോറിൻ വരുന്ന സമയത്താണ് നമ്മൾ ട്രാൻസ് എഫക്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത്. അതായത് നെക്സ്റ്റ് ക്ലോറിൻ വരുന്ന സമയത്ത് ഈ ഇത് ഓൾറെഡി വന്ന ബോണ്ടാണ്. ഇനി വേണമെങ്കിൽ ഈ അമോണിയയെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വരാം. അതായത് ഈ ഒരു പ്രോഡക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലോറിന് ട്രാൻസ് ആയിട്ടുള്ള ഈ ബോണ്ട് ഈ NH3 റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വരാം. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ്. അപ്പം നമ്മൾ ട്രാൻസ് എഫക്റ്റ് സീരീസ് അനുസരിച്ച് ക്ലോറിനാണ് ക്ലോറിന് ട്രാൻസ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ ലീവ് ചെയ്തിട്ട് ഇൻകമ്മിങ്ങിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. സോ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഫോം ചെയ്യുന്നത്. Trans effect is kinetically controlled and thermodynamically more stable. Isomer is not formed always. നമ്മൾ പറയാം തെർമോഡൈനാമിക് സ്റ്റേബിൾ ട്രാൻസ് ആണ് ഓൾവേസ് ഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. Next question, cis PtCl2NH3 twice known as cisplatin is used as. Correct answer is option A, anti-cancer drug. Next question, in the reaction of CONCS NH3 5 times 2+ with chromium H2O 6 times 2+ in water as solvent, the final chromium based product is products. Correct answer is option C, is exclusively chromium SCN H2O 5 times 2+. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഔട്ടർ സ്ഫിയർ ഇന്നർ സ്ഫിയർ മെക്കാനിസം ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഔട്ടർ സ്ഫിയർ മെക്കാനിസം എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ രണ്ട് കോംപ്ലക്സുകൾ തമ്മിൽ റിയാക്ട് ചെയ്യാണ്. സോ FeCN6 3- പ്ലസ് FeCN5 3-.
പ്രോഡക്റ്റ് തന്നെ എന്താണ് FeCN6 4- പ്ലസ് COCN5 2-. ലിഗാൻസിലൊന്നും വ്യത്യാസമില്ല, വ്യത്യാസമുള്ളത് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ മാത്രമാണ്. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് എന്ത് ഔട്ടർ സ്ഫിയർ മെക്കാനിസം എന്ന് പറയുന്നത്. ഔട്ടർ സ്ഫിയർ മെക്കാനിസം ആകുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ബേസിക് കണ്ടീഷൻസ് ആണ് പാർട്ടിസിപ്പേറ്റിംഗ് ഓർബിറ്റൽ ഷുഡ് ഹാവ് സെയിം ഓർ കമ്പാരബിൾ എനർജി. സോ അതായത് ഇവിടെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്ന സമയത്ത് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നേരത്തെ +3 നിന്ന് +2 മാറി എന്നുള്ളത് മാത്രമാണ്. സോ അങ്ങനെ അതായത് ഇതൊരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷനാണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഓർബിറ്റൽസിന് എന്ത് വേണം? സെയിം എനർജി വേണം. ഓക്കെ, ഇതാണ് ഔട്ടർ സ്ഫിയർ മെക്കാനിസം എന്ന് പറയുന്നത്. ദെൻ ഇന്നർ സ്ഫിയർ മെക്കാനിസം എന്ന് പറയുന്ന സമയത്ത് ഇന്നർ സ്ഫിയർ മെക്കാനിസത്തിൽ ഒബ്വിയസ്ലി അതിൻ്റെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എന്തുകൂടെ വ്യത്യാസം വരും? അതിൽ ലിഗാൻസിലുള്ള വ്യത്യാസം ഉണ്ടാവും. അതായത് there is an exchange of ligand between two complexes in inner sphere mechanism. So there should be at least one bridging ligand with an unshared pair of electrons. അതായത് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊബാൾട്ട് NH3 5 Cl2+, ട്രാൻസ്ഫർ ഇലക്ട്രോൺ വിത്ത് കോംപ്ലക്സ് ക്രോമിയം H2O 6 2+. സോ ഇതിൽ ക്ലോറിനാണ് ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് NH3 5 COCl CrH2O 5 രണ്ട് കോംപ്ലക്സുകൾ തമ്മിൽ ഈ ക്ലോറിൻ ഒരു ബ്രിഡ്ജിങ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദെൻ ഈ ബ്രിഡ്ജിങ് ആഫ്റ്റർ ആ ബ്രിഡ്ജ് ക്ലീവ് ചെയ്തതിന് ശേഷം പുതിയ കോംപ്ലക്സുകൾ ഉണ്ടാവും. NH3 5 cobalt 2+ ആൻഡ് Cl ക്രോമിയം H2O 5 2+. ഇതാണ് ഇന്നർ സ്ഫിയർ മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ഇന്നർ സ്ഫിയർ മെക്കാനിസത്തിൽ എന്തുണ്ടായിരിക്കണം? ബ്രിഡ്ജിങ് ലിഗാൻഡ് ഉണ്ടായിരിക്കണം. ഔട്ടർ സ്ഫിയർ മെക്കാനിസത്തിലാണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജിങ് ലിഗാൻഡ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി തന്നിട്ടുള്ള എക്സാമ്പിളിൽ NCS ആണ് അവിടെ ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ NCS ബ്രിഡ്ജിങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കൊബാൾട്ട് NH3 5 NCS ആ ബ്രിഡ്ജിങ് വിത്ത് ക്രോമിയം H2O 6 ടോട്ടൽ കോംപ്ലക്സിൻ്റെ ചാർജ് 2 2+ കൂടി ആഡ് ചെയ്ത് 4+ എന്നുള്ള സ്റ്റേറ്റിലായിരിക്കും ആ ഇൻ്റർമീഡിയറ്റ് സ്ട്രക്ചർ നിൽക്കുന്നുണ്ടാവുക. ദെൻ എന്ത് ചെയ്യും? ഈ NCS എന്ത് ഫോം ചെയ്യും? ക്രോമിയം അതിൻ്റെ ക്രോമിയത്തിൻ്റെ കൂടെ കോംപ്ലക്സ് ചെയ്യും. സോ ക്രോമിയം SCN H2O 5 2+ എന്നായിരിക്കും ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇത് നേരത്തെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത ഇന്നർ സ്ഫിയറിൻ്റെ സെയിം മെക്കാനിസം തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബൈഡൻഡേറ്റ് ലിഗാൻഡാണ്. ഇതിൽ കൊബാൾട്ട് N-മായിട്ടാണ് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളതെങ്കിൽ അടുത്ത ക്രോമിയത്തിൽ S-മായിട്ടായിരിക്കും ബ്രിഡ്ജിങ് വരുന്നത്. ഓക്കെ, ദി മെറ്റൽ പ്രസൻറ്റ് ഇൻ നൈട്രോജനൈസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ D, അയൺ ആൻഡ് മോളിബ്ഡിനം. Number of CuO bonds present in CuCH3CO twice 2H2O is. Correct answer is option C, 10. Next question. Which ligand would create largest d orbital splitting to give a 3D metal ion in an octahedral field? Correct answer is option D, carbonyl. സ്പെക്ട്രോകെമിക്കൽ സീരീസ് വെച്ചിട്ടാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ നമുക്കറിയാം കാർബണൈൽസിനാണ് ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് ഉള്ളത്. സോ ലാർജസ്റ്റ് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് നടക്കുന്ന കാർബണൈൽസ് വെച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് അയോൺ ഹാസ് ഹയസ്റ്റ് CFSE? നമ്മൾ ഓൾറെഡി CFSEയുടെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ദെൻ ബിയും സിയും നമ്മൾ ചെക്ക് ചെയ്താൽ മതി. സോ അതിൽ തന്നെ സിയിലാണ് കൂടുതൽ ചാർജ് ഉള്ളത്. സി ആണ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ സി
കോംപ്ലക്സ് സിക്ക് ആയിരിക്കും ഹയസ്റ്റ് CFSE ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഫലോക്സെപ്റ്റിക് എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കോവാലൻ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ലിഗാൻഡ്. നെഫലോക്സെപ്റ്റിക് എഫക്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതായത് മെറ്റൽ ഫ്രീ മെറ്റൽ ലയണായിട്ട് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ അതിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടാവും അത് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്തായിരിക്കും. അതായത് metal, the complex is more stable compared to free metal ions because less repulsion in the complex. Metal orbital experience less electron density by donation of excess electron to the ligand orbital. So in such a cases the electron repulsion is very much low, that means in complexes, hence having low repulsion energy. So this phenomena is called a cloud expansion, and this effect is called a നെഫലോക്സെറ്റിക് effect. സോ ഇതിനെയാണ് ഈ ഒരു എഫക്റ്റിന് തന്നെയാണ് ക്ലൗഡ് എക്സ്പാൻഷൻ നെഫലോക്സെറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നെഫലോക്സെറ്റിക് എഫക്റ്റ് നെഫലോക്സെറ്റിക് പാരാമീറ്റേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബീറ്റ വെച്ചിട്ടാണ്. ബീറ്റ is equal to B'/B, where B is the repulsion of free metal ion and beta dash is the repulsion for complex. അതായത് ബീറ്റ ഈസ് ഈക്വൽ ടു B'/B എന്നുള്ള രീതിയിലാണ്. ഈ ബീറ്റ അതായത് നെഫ്ലോസെറ്റിക് പാരാമീറ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് എന്താണ്, അത് ഒരു കെമിക്കൽ ബോണ്ടിൻ്റെ കോവാലൻസിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബീറ്റ വാല്യൂ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി കോവാലൻസി. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, കോവാലൻ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ലിഗാൻഡ്. Next question, the difference between CFSE, the difference in CFSE between octahedral and tetrahedral complex is maximum 4. Correct answer is option B, nickel 2+. ഇവിടെ കുറച്ച് ഓർബിറ്റൽ അതായത് ടെട്രാഹെഡ്രലിൻ്റെയും ഒക്ടാഹെഡ്രലിൻ്റെയും CFSE വാല്യൂസ് ഫോർ റെഫർ ചെയ്യാൻ ഈസി എന്നുള്ള എനിക്ക് കൊടുത്തിട്ടുണ്ട്. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ് ചെയ്യാമൊക്കെ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് കീലേറ്റ് റിംഗ് പ്രസൻറ്റ് ഇൻ Fe ഡൈൻ ട്വൈസ് 2+ is. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 4. അതായത് ആ ഡൈൻ എന്ന് പറയുന്ന സമയത്ത് ഉള്ള സ്ട്രക്ചറാണ് 3 നൈട്രജൻ ആറ്റംസ് ഉണ്ടാവും. സോ 3 ഡോണർ സെൻറ്റേഴ്സ് ആണ്. 3 ഡോണർ സെൻറ്റേഴ്സ് ഒരു അയണുമായിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് അതെന്താണ്, ഈ 3 ഡോണർ സെൻറ്റേഴ്സ് വഴി ഇതിലേക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. സോ 2 എന്ന് പറയുന്ന സമയത്ത് 2 ഇത് തമ്മിൽ ബോണ്ടിങ് വരും. സോ 2 ഡൈനുമായിട്ട് ബോണ്ടിങ് വരും. സോ ഒരു ഡൈയിൽ നിന്ന് 3 ഡോണർ, സോ 2 ഡൈയിൽ നിന്ന് 6 സെൻറ്റേഴ്സ് ബോണ്ടിങ്ങിൽ വരും. സോ റിങ് എത്ര ഫോം ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 2 3 4 റിങ്സ് ആണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹൈ സ്പിൻ D6 കോംപ്ലക്സ്? ABC 3 കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യനിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആൻസർ കീയിൽ അവർ ഓപ്ഷൻ സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷന് D5 കോൺഫിഗറേഷനാണ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് D6 ആണ്. ദാറ്റ് ഈസ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. കൊബാൾട്ട് H2O 6 times 3+, ഇറ്റ്സ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. കൊബാൾട്ട് അമോണിയ കോംപ്ലക്സ് പോലെ കൊബാൾട്ട് NH3 6 times 3+ ലോ സ്പിൻ കോംപ്ലക്സ് ഉള്ളതുപോലെ തന്നെ. ദെൻ തേർഡ് കേസ് COF6 2- എന്നാണ് കോംപ്ലക്സ് ഉള്ളത്. അപ്പോൾ കൊബാൾട്ടിൻ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലല്ല വരുന്നത്. സോ D5 ആണ് വരുന്നത്. സോ പക്ഷേ ഈ കൊബാൾട്ട് F6 3- എന്നായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, D6 ഹൈ സ്പിൻ എന്ന ആൻസർ എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ 2- എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചിട്ടുള്ളത്. ഐ തിങ്ക് എനിക്കത് കറക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇൻ ദി സിന്തസിസ് ഓഫ് ട്രാൻസ് പ്ലാറ്റിനം Cl2 NO2 NH3- from PtCl4 2-, the trans directing ability is in the order of. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, സോ അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് ട്രാൻസ് എഫക്റ്റ് സീരീസ്. The hybridization involved in the complex ion NiCN4 2- is.
Correct answer is option A, DsP2. നിക്കൽ 2+ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. CN ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. സോ ആ പെയർഡ് നിക്കൽ 2+ലുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, CN പെയർ ചെയ്യും. സോ DsP2 ആയിരിക്കും. സ്ക്വയർ പ്ലാനാറാണ് അതിൻ്റെ സ്ട്രക്ചർ. മോളിക്യൂൾ എന്തായിരിക്കും, ഡയാമാഗ്നറ്റിക് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് കോംപ്ലക്സസ് PtNH3 6 times Cl4 and chromium NH3 6 times Cl3, CONH3 4 times Cl2Cl and K2PtCl6. These compounds are dissolved in the same solvent to make a 10⁻³ molar solution. The conductance value of the compound in the following order is. Correct answer is option B. ഇതിലെന്താണ്, നമ്പർ ഓഫ് അയൺസ് കൂടുന്ന സമയത്ത് കണ്ടക്റ്റൻസ് കൂടും. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിലെ ഫസ്റ്റ് എക്സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, കോംപ്ലക്സും 5 അയൺസ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ 4 അയൺസ് ആയിരിക്കും. ദെൻ തേർഡിലാണെന്നുണ്ടെങ്കിൽ 2 അയൺസേ ഉണ്ടാവുള്ളൂ. ദെൻ ഫോർത്തിലാണെങ്കിൽ 3 അയൺസ് ഉണ്ടാവും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Among cadmium, palladium and silver, which of them have completely filled d orbitals in their ground state? So both all cadmium, palladium, silver having completely filled d orbitals. Okay, cadmium already എന്താണ്, D10S2 ആണ് അതിൻ്റെ കോൺഫിഗറേഷൻ. ദെൻ സിൽവറിലാണെന്നുണ്ടെങ്കിൽ D9S2 ആണ് വരുന്നത്. ദാറ്റ് ഈസ് സിൽവറിലാണെന്നുണ്ടെങ്കിൽ D9S2 ആണ്. ബട്ട് 1 ഇലക്ട്രോൺ ഷിഫ്റ്റ് എവിടെ നിന്ന്, എസിൽ നിന്ന് ഡിയിലേക്ക് വരും. കാരണം 3Dയും 4Sഉം തമ്മിൽ വലിയ എനർജി ഡിഫറൻസ് ഒന്നും ഇല്ലാത്തത് കാരണം S ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈക്ക് ദാറ്റ് പലേഡിയത്തിൻ്റെ കേസിലും എന്താണ്, D10 കോൺഫിഗറേഷനാണ് കാണുന്നത്. ഓക്കെ, the dx² minus y² orbital is not occupied by the electrons in the complex ion. അതായത് dx² minus y² ഓർബിറ്റലിൽ എന്ത് ഇല്ലാത്തത്, ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാത്തത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, PdCl4 2-. സോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ NiCl4 2- ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അതെന്താണ്, ടെട്രാഹെഡ്രലാണ്, സ്ക്വയർ പ്ലാനാർ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. സോ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. സോ അതിൽ ഓർബിറ്റൽസ് ഡയഗ്രാം വരുന്നത് dz² dx² minus y² ലോവർ എനർജി, അതായത് E ആൻഡ് dxy dyz xz T2 ഓർബിറ്റലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഓൾറെഡി dx² minus y² ഇലക്ട്രോൺ ഈ ഒരു കോംപ്ലക്സിൽ ഫിൽഡായി. ദെൻ അടുത്ത കോംപ്ലക്സ് PdCl4 2- ആണ്. NiCl4 2- PdCl4 2- D8 കോൺഫിഗറേഷൻ തന്നെയാണ് വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ബട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. കാരണം അതെന്താണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, CFSC എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ താഴോട്ട് വരുന്ന സമയത്ത് കൂടും. സോ എന്താണ്, ഇലക്ട്രോൺസ് പെയർ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ഇന്നുണ്ടാവുക. സോ പലേഡിയം എന്താണ്, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസിയും എന്താണ്, നിക്കൽ NiCl4 2- എന്താണ്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും. വേറെ രീതിയിലും പറയാം, പലേഡിയത്തിൻ്റെ കൂടെ ക്ലോറിൻ വരുന്ന സമയത്ത് ഇലക്ട്രോൺ പെയറിങ് നടക്കും. അതായത് അവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടാണ് ക്ലോറിൻ ആക്ട് ചെയ്യുന്നത്. നിക്കലിൻ്റെ കേസിലാണ് തന്നെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൽ സ്ക്വയർ പ്ലാനാറാണ്. നമുക്കറിയാം സ്ക്വയർ പ്ലാനാറിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്, dxz dyz dz² dxy ആൻഡ് dx² minus y². ഇതെല്ലാം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും dx² minus y² വാക്കൻ്റ് ആണ്. സോ അടുത്ത രണ്ട് എക്സാമ്പിളും കാഡ്മിയം Cl4 2-ഉം കോപ്പർ Cl4 2-ഉം രണ്ടിലും ടെട്രാഹെഡ്രൽ ജോമെട്രി തന്നെയാണുള്ളത്. സോ നിക്കൽ Cl4 2- കേസ് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ്. അത് ഓൾറെഡി എന്തായിരിക്കും, dx² minus y² ഓർബിറ്റൽ ഫിൽഡ് ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ പലേഡിയം Cl4 2-. Nephelauxeti effect is due to. Correct answer is option C, covalent interaction between metal ion and ligand. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സെയിം ക്വസ്റ്റ്യൻ ആണ്. Then a dilute solution of sodium metal in liquid ammonia is blue in color due to presence of. Correct answer is option D, ammoniated electrons. So due to solvated electrons which is released by the sodium metal, that is this is the equation, sodium and react with ammonia
ammoniated electrons are produced. Sodium metal loses electrons and form coordinated bond with ammonia. The electron released from the sodium metal also get solvated and surrounded by a number of ammonia molecules. This solvated electron can absorb in the visible region and produce color. Okay, the correct answer is option D. So thanks for watching. Please like, share, comment and subscribe.